സ്വഹാബിക്ക് ഒരു അനിയനുണ്ടായിരുന്നു, അബൂ ഉമൈർ എന്നാണ് അവരുടെ പേര്. അബൂ ഉമൈർ കുട്ടിയാണ്. ഇത് ഭയങ്കര അത്ഭുതമായ സംഭവമാണ്. ആ കുട്ടിക്ക് ഒരു ചെറിയ, കുട്ടികൾക്ക് ഡോൾസ് ഒക്കെ വാങ്ങിക്കൊടുക്കൂലെ, ടോയ്സ്, അങ്ങനെ ടോയ്സ് വാങ്ങിക്കൊടുത്തു. എന്ത്? ഒരു പക്ഷിക്കുഞ്ഞിനെ വാപ്പ വാങ്ങിക്കൊടുത്തിരുന്നു. എപ്പോൾ ചെന്നാലും ഈ പക്ഷിക്കുഞ്ഞിന്റെ കൂടെയാണ് ഈ കുട്ടി. كان يدخل علينا رسول الله صلى الله عليه وسلم يزورنا. ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ തിരുദൂതർ പലപ്പോഴും വരാറുണ്ടായിരുന്നു ഞങ്ങളെ സന്ദർശിക്കുവാൻ. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ അബൂ ഉമൈർ എന്ന കൊച്ചുകുട്ടി ദുഃഖിതനായി ഖിന്നനായി ഇങ്ങനെ ഇരിക്കുകയാണ്. വീട്ടുകാരെ കാണാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് കുട്ടിക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. എന്താണ് അബൂ ഉമൈറിന് പറ്റിയത്? സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്ക് ചെന്നിട്ട് ആ കുട്ടിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുക. അപ്പൊ പറഞ്ഞു, കുഞ്ഞിന്റെ ആ പക്ഷി, നുഗർ എന്നാണ് അതിന് പറയാ, അത് ചത്തുപോയി, മരിച്ചുപോയി. ആ സങ്കടത്തിലാണ്. നബി തങ്ങൾ അടുത്തേക്ക് ചെന്നു. യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. നുഗർ എന്നതിന് നുഗൈർ, കൊച്ചുപക്ഷി. യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. അബൂ ഉമൈർ, എന്തേ പക്ഷി ചെയ്തത്? എന്തേ പക്ഷി മരിച്ചത്? എന്തേ പക്ഷിക്ക് പറ്റിയത് എന്ന് തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുകുട്ടിയോട്. ഈ ഹദീസിൽ മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു 60 മസ്അലകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 60 മസ്അല ഈ ഒരൊറ്റ ഹദീസിൽ. അങ്ങനെ ഒരു കുട്ടിക്ക് പക്ഷിയെ കൊടുക്കാൻ പറ്റുമോ? പക്ഷിയെ കൂട്ടിലെടുത്ത് വളർത്താൻ പറ്റുമോ? പറ്റും. അതിന് ഭക്ഷണം കൊടുക്കണം, അതിനെ നോക്കണം. ആ വീട്ടിലേക്ക് വന്നു. ആ ഹദീസിന്റെ ബാക്കി ഭാഗം, നിസ്കാരത്തിന്റെ സമയമായി, വീട്ടിൽ നബി തങ്ങൾ മുസല്ലമിരിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നത്, വീട്ടുകാരെ സന്ദർശിക്കുന്നത്, ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യുന്നത്, വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുന്നത്, അല്ലെ, പക്ഷിക്ക് കൂടുണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള 60 മസ്അലകൾ ഈ ഒരൊറ്റ ഹദീസിലുണ്ടെന്ന് മഹാനായ ഹദീസ് പണ്ഡിതൻ അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇബ്നു അസ്ഖലാനി തങ്ങൾ പറഞ്ഞു 100 മസ്അല എന്നാണ്. അലിമികൾ മൊത്തത്തിൽ 60 മസ്അല. ഇബ്നു അസ്ഖലാനി തങ്ങൾ ഒരുപാട് മസ്അലകൾ കൂട്ടിയിട്ട് 100 മസ്അലകൾ ഈ ഒരൊറ്റ ഹദീസിലുണ്ടെന്നാണ്. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടികളുടെ നബി, അവരോടുള്ള കാരുണ്യം. അവിടുത്തെ പുറത്ത് കയറിയിട്ട് നബി തങ്ങൾ മുട്ടുകുത്തി നടക്കുകയാണ്, കളിക്കുകയാണ്. ആരാണിത്? 20 മാർച്ചിൻ പറഞ്ഞ പോലെ the founder of 20 terrestrial empires, 20 ഭൗതിക രാജ്യത്തിന്റെ അധിപൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കൊച്ചുകുട്ടിയുടെ കൂടെ മുട്ടുകുത്തി കളിക്കാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തോളിൽ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടുവന്ന ഒരാൾ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രീതി കണ്ടിട്ട്, നിഅമൽ മർകബ്, എന്തൊരു നല്ല വാഹനമല്ലേ. അല്ലാഹുവിന്റെ റസൂൽ കേട്ടിട്ട് പറഞ്ഞു, വനിഅമർ റാകിബ്, എത്ര നല്ല ആളാണ് ഈ വാഹനപ്പുറത്ത് കയറിയത്. സ്വന്തം പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു, എന്തൊരു നല്ല ആളാണ് എന്നെ പുറത്തിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ ഹൃദയങ്ങളെ നറിഷ്മെന്റ് കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊലപാതകം പോയിട്ട് വേദനിപ്പിക്കുക പോലും അവിടുന്ന് വിഷമമായിരുന്നു, അല്ലേ. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കഅബാലയത്തിന്റെ ഇഷ്ടിക ഒന്നൊന്നായി തച്ചുടക്കുന്നതിനേക്കാളും അല്ലാഹുവിനടുത്ത് ഗൗരവമാണ് ഒരു കൊലപാതകം എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണയുള്ള ഈ ഹൃദയമാണ് ഇത് പഠിപ്പിക്കാൻ പറ്റുന്നത്. കൊലപാതകം ചെയ്യുന്നവർക്ക് അതിന്റെ ഗൗരവം പറഞ്ഞുതരാൻ കഴിയില്ല. കാരുണ്യത്തിന്റെ വർഷമുള്ള പ്രവാചകനാണ്, ഇത് പറഞ്ഞുതരാൻ കഴിയുകയുള്ളൂ. വേദനിപ്പിക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് ആ ഒരു സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ച ആ ഒരു എത്രയോ സംഭവങ്ങൾ. മുഅ്മിനെ നബി തങ്ങളുടെ ഒട്ടകം എപ്പോഴും മറ്റു സ്വഹാബികളുടെ ഒട്ടകത്തിനെ ഓവർടേക്ക് ചെയ്തു പോകും. ഇത് കാണുമ്പോൾ സ്വഹാബത്തിന് സന്തോഷമാണ്. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം മുമ്പിലാണല്ലോ, അവർക്ക് സന്തോഷമാണ്. ഒരു അറാബി വന്നു, അയാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തെ ഓവർടേക്ക് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനൊക്കെ അല്ലാഹ്, നബി തങ്ങളുടെ ഒട്ടകം തോറ്റോ. സ്വഹാബത്തിന് വിഷമായി, ഭയങ്കര വേദന. എന്താണ് ആ സ്നേഹം? എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സ്നേഹിച്ചു? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു വ്യക്തിപ്രഭാവം നമുക്ക് ഈ സമയത്ത് അത് പറഞ്ഞു തീർക്കുക സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തിനെങ്കിലും വിഷമിക്കണം. ഏതൊരു വസ്തുവും അഹങ്കാരത്തിന്റെ സ്വഭാവത്തിലേക്ക് ഉയരുമ്പോൾ അല്ലാഹുവിനെ പിടിച്ച് താഴ്ത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഒട്ടകം ഇങ്ങനെ എപ്പോഴും മുൻകടക്കും, ഒട്ടകത്തിനും തോന്നുന്നു ഞാൻ തരക്കേടില്ലല്ലോ, അതിനൊന്ന് അല്ലാഹു പിടിച്ചു വെച്ചതാണ്, നിങ്ങളൊന്നും വിഷമിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തവാദഅ ലില്ലാഹി റഫഅഹു അല്ലാഹ്
ആശയം ലോകത്തെ പഠിപ്പിക്കുക. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്ന ആൾ റഫഅഹുല്ലാഹ്, അയാൾ അള്ളാഹു ഉയർത്തും. വമൻ തകബ്ബറ വദഅഹുല്ലാഹ്, ആരെങ്കിലും അഹങ്കാരം മനസ്സിൽ കൊണ്ട് നടന്നാൽ അള്ളാഹു ജനങ്ങളുടെ കണ്ണിൽ അയാളെ താഴ്ത്തിക്കളയുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഇങ്ങനെ വലിയ മഹത്തുക്കളെ ലോകത്തിന് സംഭാവന ചെയ്ത് ലോകത്ത് ധർമ്മം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അങ്ങേയറ്റം ഈ ജീവിതം കണ്ടുപഠിച്ച് വിനയവും താഴ്മയും ക്ഷമയുമുള്ള സമൂഹമായി മാറാനാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുന്നത്. അതാണ് ശത്രുക്കളിൽ പോലും നന്മയാണ്. അബൂജഹലിന്റെ വീട്ടിലേക്ക് ചെന്ന് വിളിച്ചിട്ടുണ്ട്. തന്റെ കൊടിയ ശത്രുവാണ് അബൂജഹൽ. അതിലും വലിയ അത്ഭുതം ഉണ്ട്. അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ട് വരുന്നു നബിതങ്ങളുടെ മുമ്പിലേക്ക്. നബിയെ, ഞാൻ മുസ്ലിമാവുകയാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തങ്ങൾ പറഞ്ഞു, അലിംതു അന്ന മിൻ അബീക യഅതിൽ ഖൈർ, നിന്റെ പിതാവിൽ നിന്ന് നന്മ വരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. ആരാണ് ഈ പിതാവ്? ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിന്റെ ഫറോ ഫിർഔൻ, ഈ സമൂഹത്തിന്റെ ഫറോ, ധിക്കാരിയായ ശത്രുവായിരുന്ന അബൂജഹലിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞു, നിന്റെ പിതാവിൽ നിന്ന് നന്മ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ നന്മ ഒരു പുത്രന്റെ രൂപത്തിൽ അവതരിക്കുകയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കാണാൻ കഴിയുമോ? ശത്രുക്കളിൽ പോലും നന്മ കാണാൻ കഴിയുന്നവർ. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വാ. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ പോലും ആ വൈരാഗ്യം നിമിത്തം ഷനആൻ, ഇബ്നു അസാകിർ തങ്ങൾ ഷനആൻ എന്ന വാക്കിന്റെ അർത്ഥം ശത്രുവിലുള്ള നന്മ കാണാൻ കഴിയാത്ത ശത്രുതാണ്. ദേഷ്യം കൊണ്ട് ശത്രുവിന്റെ നന്മ കാണാൻ പറ്റില്ല. അങ്ങനെ ദേഷ്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾ നീതി ചെയ്യാതിരിക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിക്കുകയാണ്. നീതി നടപ്പാക്കണം. എത്രയോ സംഭവങ്ങൾ. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു, ശുറൈഹുൽ ഖാദി തങ്ങൾ ഇസ്ലാമിന്റെ ഭരണാധികാരിയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവും ഒരു ജൂതനും തമ്മിൽ ഒരു പ്രശ്നം നടന്നു. ഖാദി ആരാണ്? ശുറൈഹ് റളിയല്ലാഹു അൻഹു, ഖാദി ശുറൈഹ്. അവരുടെ മുമ്പിലേക്ക് പ്രശ്നത്തി. ആരാണ് വാദിയും പ്രതിയും? വാദി ജൂതനാണ്, പ്രതി അലി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ ഒരു സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അങ്ങനെ ഖാദി വിധിച്ചു. ആർക്കനുകൂലം? ജൂതനനുകൂലം. അയാൾ പറഞ്ഞു, നിങ്ങൾ വിധിച്ചത് ഈ ഭരണാധികാരിയായ അലി റളിയല്ലാഹുവിനെതിരോ? അതെ, നിങ്ങൾ തെളിവ് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ തെളിവ് ഇറ്റ്സ് നോട്ട് സഫിഷ്യന്റ് ടു മീ. അതുകൊണ്ട് ഞാൻ വിധിക്കുന്നു, നിങ്ങൾക്കാണ് നീതി ഇവിടെ കിട്ടുന്നത്. ഇതാണോ ഇസ്ലാം? ഭരണാധികാരി പോലും കുറ്റം ചെയ്തപ്പോ സാധുവായ മുസ്ലിം പോലും അല്ലാത്ത എനിക്ക് നീതി തന്ന് പ്രതിക്കൂട്ടിലേക്ക് ഭരണാധികാരി മാറും. ഈ നീതിയോ ഇസ്ലാം? അതെ, എനിക്ക് മുസ്ലിം ആവണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ധർമ്മമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടുത്തെ 4 ഭരണാധികാരികൾ, അവരുടെ ജീവിതം, അവരെ വളർത്തിയെടുത്തത്, അവർ ലോകത്തിന് സമ്മാനിച്ചത്. ഇത് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പരിശുദ്ധമായ പ്രവാചകത്വ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മിറക്കിൾ അവിടുന്ന് വളർത്തെടുത്ത അനുയായികളാണ്. സമയം വൈകിയത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്, കൺക്ലൂഡ് ചെയ്യുകയാണ്. അവിടുന്ന് അവസാനത്തെ ഒരു പ്രഭാഷണം ചെയ്തു. ഖുത്ബത്തുൽ വിദാ, ലോകത്തോട് വിട പറയുന്ന പ്രഭാഷണം. മക്കയിലേക്ക് വന്നു. ഹിജ്റ 10-ാം വർഷം. ഹിജ്റ 10-ാം വർഷം അവിടുന്ന് ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജാണ് ചെയ്തത്. അത് ഹിജ്റ വർഷം 10-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടി ലോകത്തോട് അവസാനത്തെ ഒരു വാക്ക് കൊടുത്തു. അവിടുന്നാണ് പരിശുദ്ധ ആയത്ത് ഇറങ്ങുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഇസ്ലാം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്കിതാ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം ദീനായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. തങ്ങൾ സലാത്ത് ചൊല്ലി അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനു കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, അവസാനത്തെ വാക്കുകളാണ്. ജനങ്ങളെ, ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും, എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ പോകുന്നു, വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഇനി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. സ്വഹാബത്ത് അപ്പോഴേ കരയാൻ തുടങ്ങി. ഞങ്ങൾ ഇട്ടേച്ച് പോവാണോ? അവിടുത്തെ ദൗത്യം അവസാനിച്ചു, ഇസ്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ
പോകുമ്പോൾ എന്താ ഉള്ളത്? സ്വന്തം വാള് പോലും ഒരു യഹൂദന്റെ അടുത്ത് പണയത്തിലായി, ഒന്നുമില്ല, ഒരു തുകൽപാത്രം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി പറയിലുണ്ടായിരുന്നത്. എത്ര മുതലാളിമാർ എന്തൊക്കെ ചെയ്യാമായിരുന്നു. അതായിരുന്നില്ല അവിടുത്തെ ലക്ഷ്യം, അതായിരുന്നില്ല. ലോകത്തോട് ഇവിടെ പറയാൻ പോകുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമുള്ള പ്രഭാഷണമായിരുന്നു. അയ്യുഹന്നാസ്, മുസ്ലിമേ എന്നല്ല വിളിച്ചത്, ജനങ്ങളെ. അവിടുന്ന് പറഞ്ഞു, ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കണം. എന്താണ് ആ വാക്ക്? അവിടുന്ന് പറഞ്ഞു, ഈ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നവർ നിങ്ങൾ ആർക്ക് എത്തിച്ചു കൊടുക്കുന്നുവോ അവരിൽ ഉണ്ടായിരിക്കും. അതൊരു ഭയങ്കര, നമ്മൾ ഇവിടെ പറയുന്ന ഞാനും നിങ്ങളും, ഇത് വേറൊരാൾ കേട്ടാൽ നമുക്ക് മനസ്സിലായതിനേക്കാളും അയാൾക്ക് മനസ്സിലായെന്ന് വരും. തങ്ങളതാ പറഞ്ഞു, നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? മനുഷ്യന്റെ സമ്പത്ത്, സ്ത്രീ സമൂഹം, പലിശ ഇടപാടുകൾ, കൊലപാതകം, എല്ലാ വിഷയം പറഞ്ഞില്ലേ? എന്തൊരു മനോഹരമാണ്. വഹ്യാൻ وما ينطق عن الهوى إن هو إلا وحي يوحى. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ അവിടുന്ന് സ്വയം സംസാരിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ദിമാഅകും വഅറാദകും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തം പരസ്പരം ഹറാമാണ്. ഒന്നാമത്തെ വിഷയം, അയ്യുഹന്നാസ്, ജനങ്ങളെ, ആരും ആരെയും രക്തം ചിന്തരുത്. നിങ്ങൾ ആരെയും പറ്റി ഏഷണി പറയരുത്, ഗോസിപ്പ് പറയരുത്, സ്ലാൻഡർ, ഒരാളെ പറ്റി മോശമായത് പറയരുത്. ആരോടായി പറയുന്നത്? നമ്മുടെ രാഷ്ട്രീയക്കാരോട്, നമ്മുടെ പൊതുപ്രവർത്തകരോട്, സാധാരണക്കാരോട്, മുസ്ലിമിനോട് എല്ലാരോടും സ്ലാൻഡർ, മനുഷ്യനെ പറ്റി കുറ്റം പറയല്ലേ. യാ അല്ലാഹ്, മനുഷ്യനാരാണെന്ന് ലോകത്തിന് ഉയർത്തി കൊടുക്കുകയാണ് അവിടുത്തെ പ്രബോധനത്തിന്റെ അവസാന കാലഘട്ടം. ഇസ്ലാമിന്റെ സംക്ഷിപ്തമാണ് ഈ പറയുന്നത്. ഇലാ അൻ തൽഖൗ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നവരെ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം ഹറാമാ. ഈ മക്കയുടെ മണ്ണ് പരിശുദ്ധമായ പോലെ, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ അതൊരു പെരുന്നാൾ ദിവസമായിരുന്നു. ഈ പെരുന്നാൾ ദിവസത്തിന്റെ മഹത്വം പോലെ അല്ലാഹൽ ബല്ലഗ്ത്, ഞാൻ നിങ്ങളെ അറിയിച്ചില്ലയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ, അതേ നബിയെ, ഞങ്ങൾ കേട്ടു. അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്. ഇത് ഓരോന്നിനും തങ്ങൾ പറയുന്നുണ്ട് അവിടെ, ഞാൻ എത്തിച്ചല്ലോ, അല്ലാഹുവേ നീ സാക്ഷിയാണ്. ഫമൻ കാനത് ഇൻദഹു അമാന, ആർക്കെങ്കിലും വിശ്വസിച്ച് ആരെങ്കിലും വല്ലതും ആൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ചേൽപ്പിച്ചത് ഒരു കച്ചവടത്തിന്റെ, ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാകാം, അവിടുത്തെ കാഷ്യറായി പൈസ ഇടപാടുകളാകാം, ഒരു സ്ഥാപനത്തിന്റെ മേൽനോട്ടമാകാം. എന്താണോ നിങ്ങളെ ഏൽപ്പിച്ചത്, വിശ്വസ്തയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഉമ്മത്തിനോട് അവസാനത്തെ നബി തങ്ങളുടെ ആഹ്വാനമാണ്. 3 പലിശ ഇടപാടുകൾ ഇസ്ലാമിന്റെ മുമ്പ് ജാഹിലി കാലം, പ്രീ ഇസ്ലാമിക് പീരീഡ്, അന്ധതയുടെ ഇൽമില്ലാത്ത കാലം, അജ്ഞാന കാലം. ആ കാലത്ത് ഇസ്ലാമിന്റെ മുമ്പ് പലിശ ഇടപാട് ചെയ്തിരുന്ന ആളുകൾ നിർത്തിവെക്കുക. ആ പലിശ ഇനി ചോദിക്കാൻ പാടില്ല. ഞാൻ എന്റെ കാലിന്റെ കീഴെ ചവിട്ടി താഴ്ത്തുകയാണ്. ഒരാളും ഇനി പലിശ വാങ്ങരുത്, കൊടുക്കരുത്. നിങ്ങളുടെ മുതൽ നിങ്ങൾക്കുള്ളതാണ്, പലിശ നിങ്ങൾ എടുക്കാൻ പാടില്ല. അബ്ബാസ് എന്ന എന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം പലിശിടപാടുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പലിശ ഇനി ആരും കൊടുക്കണ്ടെന്ന് ഞാൻ ആദ്യമായി ഈ വിഷയം തുടങ്ങി പറയുന്നു. എന്റെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, എന്റെ പിതാമഹന്റെ, എന്റെ പിതൃവ്യൻ, അദ്ദേഹത്തിന്റെ പലിശ ഞാൻ ആദ്യമായി ഇവിടെ നശിപ്പിക്കുകയാണ്. പലിശ വേണ്ട. ജാഹിലിയ കാലത്ത് നടന്ന യുദ്ധത്തിന്റെ പേരിൽ ഇനി കണക്ക് ചോദിക്കരുത്. അങ്ങനത്തെ കണക്കിൽ ആദ്യമായി ഞാൻ ഇല്ലാതെയാക്കുന്ന കണക്ക് ദമു ആമിർ ബിൻ റബീഅത്ത് ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ പകരം ഒരാൾ കൊല്ലപ്പെട്ടാൽ അന്ന് ആ കൊലപാതകയല്ല കൊല്ലുക, അയാളെ കൊല്ലും, വാപ്പയെ കൊല്ലും, മക്കളെ കൊല്ലും, കുടുംബത്തെ കൊല്ലും. പാടില്ല, കൊലപാതകം പാടില്ല. നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. ഞാൻ എന്റെ കുടുംബത്തിൽ വന്ന എന്റെ തറവാട്ടിൽപ്പെടുന്ന ഈ മനുഷ്യന്റെ ആ ഒരു പ്രായശ്ചിത്തം ഞാനിവിടെ ഇല്ലാതാക്കുകയാണ്. ചെയ്യരുത്. മനഃപൂർവ്വം ഒരാളെ വധിച്ചാൽ അതിന് തിരിച്ചു വധമുണ്ടാകും, ഖിസാസുണ്ടാകും, കൊലപാതകം. ഇത് ലോകം കേൾക്കണ്ടേ?
ആ പെണ്ണ് ഡൽഹിയിൽ മരിച്ചപ്പോൾ എത്ര ഫെമിനിസ്റ്റുകൾ പറഞ്ഞു വ്യഭിചാരത്തിന് കൊലക്കുറ്റം കൊടുക്കണമെന്ന്. നിങ്ങൾ വായിച്ചില്ലേ പത്രത്തിലൊക്കെ? അതല്ലേ കുറെ കാലം ഡിബേറ്റ്, കുറെ അഡ്വക്കേറ്റുമാർ അത് പറ്റൂലേ. അള്ളാഹുവിന്റെ ദീൻ എന്താ പറഞ്ഞത്? വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹം ചെയ്ത ആളാണെങ്കിൽ മരണം വരെ അയാളെ എറിഞ്ഞു കൊല്ലണം, മരണം വരെ എറിയണമെന്നാണ് ഇസ്ലാമിന്റെ ശിക്ഷ. അതാണ്. വിവാഹം ചെയ്യാത്ത ആളാണ് ഈ വ്യഭിചരിച്ചതെന്ന് പറഞ്ഞാൽ 100 വീതം അടിക്കപ്പെടും. എത്ര 100 അടി വീതം അടിക്കപ്പെടും. 1 വർഷത്തേക്ക് നാട് കടത്തും. വിവാഹിതനല്ലെങ്കിൽ ഈ മഹാപാപത്തെയാണ് ഇസ്ലാമിന്റെ പേരിൽ നിയമം കുറച്ച് ഹാർഷാണ്. ആരാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിന്റെ നിയമം ഉണ്ടായിരിക്കെ മനുഷ്യനുണ്ടാക്കുന്ന ചിന്തകളാണ്. ഒരുത്തിന് തോന്നുന്ന ചിന്ത മറ്റവന് തെറ്റായിട്ട് തോന്നും. ഇത് ഏതാണ് ഖണ്ഡിതമായ തീരുമാനം? അത് അള്ളാഹു പറഞ്ഞു തരണം, സർക്കാർ പറഞ്ഞു തരണം. ആ നിയമമാണ് പരിശുദ്ധ ദീൻ ലോകത്ത് നടപ്പ്. എന്തിന്? നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ, നമ്മുടെ പെങ്ങന്മാർക്ക് പുറത്തിറങ്ങി സമാധാനത്തിൽ ജീവിക്കാൻ, നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ, തോന്നിവാസം നാട്ടിൽ നടക്കാതിരിക്കാൻ. ഇതിനല്ലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടപ്പെട്ടത്? ആ ദൗത്യമല്ലേ സർവകാലങ്ങളിൽ വിളംബരം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കൈമാറിയത്? അമ്മാ ബഅദ്, ജനങ്ങളെ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ പിശാച് ആരാധിക്കപ്പെടുകയില്ല. പിശാചിന് നിരാശ വന്നിട്ടുണ്ട്. ഇനി പിശാച് ആരാധകർ അറേബ്യൻ ഉപഭൂഖത്തുണ്ടാവില്ലെന്ന് അവനറിയാം. പക്ഷേ നിങ്ങൾ നിസ്സാരമായി കാണുന്ന വിഷയങ്ങളിൽ അവൻ ഇടപെട്ട് നിങ്ങളെ വഴിപഴപ്പിക്കും. ശ്രദ്ധിക്കണം. നിങ്ങളുടെ ദീൻ അവൻ നശിപ്പിച്ചു കളയും. ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്ന സമയം, അയ്യുഹന്നാസ് ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫ്ർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ 4 മാസങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ് മാസം. ഈ 4 മാസങ്ങളിൽ യുദ്ധം പാടില്ലെന്ന് ജാഹിലിയ്യ കാലം മുതൽ നിയമമുള്ളതാ. പക്ഷേ യുദ്ധം വരുമ്പോ അവർ പറയും ഇന്നത്തെ മാസം നമ്മൾ പിൻവലിച്ച് നമ്മൾ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഈ മാസം മുഹറമായ മാസമല്ല, യുദ്ധം നടക്കട്ടെ. തോന്നിയ പോലെ സമയത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽയൗമ തദാബറത് അൽയൗമ വഇന്ന الزمان قد استدارك هيئته يوم خلق الله السماوات والارض. ഇന്നത്തെ ദിവസം അല്ലാഹു ദിവസങ്ങളെ സൃഷ്ടിച്ച അന്ന് മുതൽ ജനങ്ങൾ മാറ്റിമറിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ അറഫായുടെ ഹിജ്റ 10-ാം വർഷം അറഫ 10 ദുൽഹിജ്ജ 10ന്റെ അന്ന് കൃത്യമായും മുൻപ് അല്ലാഹു അതേ നിശ്ചയിച്ച കണക്കിലേക്ക് ദിവസങ്ങൾ തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ മുതൽ കൃത്യമാണ്. ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ എങ്ങനെ അറിഞ്ഞത്? എന്താ തെളിവ്? ഇന്ന് വെള്ളിയാഴ്ച, ലോകം മുഴുവൻ ഫ്രൈഡേ ആണ്. എന്ത് തെളിവ്? എവിടെ നിന്ന് കിട്ടി? ഇന്നലെ തേഴ്സ്ഡേ, അത് ഇന്നലെ ചൊവ്വാഴ്ച അല്ലാന്ന് ആരറിഞ്ഞു? എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ ഒരു വിശ്വാസല്ലേ? പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചോളം അതല്ല. അൽയൗം, അല്ലാഹുവിന്റെ ദിവ്യപ്രഭയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ ദിവസം കൃത്യമാണ്, ഇനി മാറ്റിയേക്കരുത്. ളുൽമുൻ, ദിവസങ്ങളെ മാറ്റുന്നത്, മാസങ്ങളെ കൊണ്ട് കളിക്കുന്നത് അക്രമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹൽ ബല്ലാത്ത്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചില്ലയോ? അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. എത്രയാ അനുയായികൾ? 1,23,000 വരുന്ന സമൂഹമാണ് ഈ പ്രഭാഷണം കേട്ടത്. മുബല്ലഗുമാർ, മൈക്കില്ല, പറഞ്ഞതിങ്ങനെ ഏറ്റു പറഞ്ഞു കൊടുക്കുകയാണ്. എത്ര ആൾക്ക്? 1,23,000 ആളുകളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഈ പ്രഭാഷണത്തിന് സാക്ഷികളായത്. കഴിഞ്ഞില്ല. 8 അയ്യുഹന്ന, ഏറ്റവും കൂടുതൽ വന്നത് പെണ്ണുങ്ങളെ കുറിച്ചാണ്. എന്തേ അത്? എന്റെ സമൂഹത്തിലെ പുരുഷന്മാർ അവർ വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം, അവർ തലച്ചോറുള്ളവരായിരിക്കാം, പക്ഷേ അവരെ മൃഗമാക്കി മാറ്റാൻ പെണ്ണുങ്ങളുടെ കുതന്ത്രങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ കുതന്ത്രങ്ങളിൽ പുരുഷന്മാർ വീഴരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മറിച്ചും പുരുഷന്മാർ അവരെ വഴിതെറ്റിക്കരുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട ദീർഘമായ ഭാഗം പെണ്ണുങ്ങളെ കുറിച്ച്. അയ്യുഹന്നാസ്, ജനങ്ങളെ, മുസ്ലിമേ എന്നല്ല, ഭാരതീയ നീ കേൾക്ക്, യൂറോപ്പുകാരൻ കേൾക്കണം, അമേരിക്കക്കാരൻ എല്ലാവരും കേൾക്ക്. ഇന്നലക്കും അലാ നിസാഇകും ഹഖ്ഖാ,
നിങ്ങൾക്ക് ചില അവകാശം പെണ്ണുങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട്. നിങ്ങളിൽ നിന്ന് ചിലത് അവർക്കും കിട്ടാനുണ്ട്. രണ്ട് കൂട്ടർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒന്ന്, പെണ്ണുങ്ങൾ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങളല്ലാതെ മറ്റാളെ നിങ്ങളുടെ ഭാര്യമാർ കുടിയിരുത്തരുത്. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കാൻ പറയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കടന്നു വരാൻ അവർ അനുവദിക്കരുത്. പെണ്ണ് അവരങ്ങനെ ചെയ്താൽ, വ്യഭിചരിച്ചാൽ എന്നർത്ഥം, തോന്നിവാസം ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് സമ്മതം നൽകിയിട്ടുണ്ട്. അവർക്ക് നിങ്ങൾ ഉപദേശം കൊടുക്കണം. ഒറ്റയടിക്ക് തൊലാക്കല്ല, നീ ഉപദേശിക്കണം. കിടപ്പറകളിൽ അവരെ വെടിയണം എന്ന് പറഞ്ഞാൽ ആ ശാരീരികമായ ബന്ധങ്ങൾ നിർത്തിവെക്കണം. അവർക്ക് ഒരു ശിക്ഷണം എന്നോണം. അതുകൊണ്ട് നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അടിക്കാം. എങ്ങനെ? ഒരു മുറിവ് പോലും വരാത്ത അടി. നിങ്ങൾക്ക് ശിക്ഷണത്തിന് വേണ്ടി അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. കൊല്ലണം, വെട്ടുകത്തിയെടുക്കണം എന്നല്ല ഈ പറയുന്നത്. വടികൊണ്ട്. എപ്പോ ഉപദേശിച്ചു? കിടപ്പറയിൽ വെടിഞ്ഞു നോക്കി വിഷയങ്ങൾ പറഞ്ഞു മനസ്സിലാവും എങ്കിൽ അവരെ നിർത്തിയാൽ, നന്നായി വന്നാൽ നിങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യമാർ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, അവർക്ക് നിങ്ങൾ വസ്ത്രം കൊടുക്കണം. ബിൽ മഅറൂഫ്, അവർക്ക് അർഹിക്കുന്നത് കൊടുക്കണം. നല്ല തറവാടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്, അവൾക്ക് യോജിച്ച വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം എന്നതിനർത്ഥം. നമുക്ക് വിശദീകരിക്കണം നമ്മുടെ ചുരുങ്ങിയ സമയത്ത്. എന്നിട്ട് പറയുന്നു, പുരുഷന്മാർ പെണ്ണുങ്ങളോട് നിങ്ങൾ നന്മയിൽ പെരുമാറണം. നിങ്ങളടുത്ത് ജീവിക്കുന്ന ആശ്രിതരാണവർ. അവർക്ക് ശക്തിയില്ലല്ലോ. നിങ്ങൾ മസിലുള്ളവരാണ്. നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞു വരും. അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ വാക്ക് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അള്ളാഹുവിന്റെ വിശ്വസ്തതയിലാണ്. അല്ലേ? ചൊല്ലിയിട്ടാണ് അള്ളാഹു അനുവദിച്ച പോലെ നിക്കാഹ് ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. പെണ്ണുങ്ങളെ സൂക്ഷിക്കണം. അവരുടെ ഗുഹ്യഭാവം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് അല്ലേ? നിക്കാഹ് നടന്നില്ലെങ്കിൽ അത് പിന്നെ വ്യഭിചാരമാണ്. അത് വ്യഭിചാരമല്ലാതെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നതും അള്ളാഹുവിന്റെ പേരിലാണ് നിങ്ങൾ ചെയ്തത്. അള്ളാഹുവിനെ സൂക്ഷിക്കണം. പെണ്ണുങ്ങളുടെ വിഷയത്തിൽ മൊത്തത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത്ര വട്ടമാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം പറയാനുണ്ട്. അവസാനത്തെ പറച്ചിലാണ് അവരോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണം കേട്ടോ. ഞാനിത് അറിയിച്ചു തന്നില്ലയോ? സ്വഹാബത്തും 1,23,000 ബലായ റസൂലല്ലാഹ്, ഞങ്ങൾ കേട്ടു നബിയെ. നബി എന്താ പറയുക? അല്ലാഹുമ്മ, പടച്ചവനെ ഫശ്ഹദ്, ഇവർ കേട്ടു വന്നതിന് നീ സാക്ഷിയാണല്ലോ. ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. 9 അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്, വിശ്വാസികൾ സഹോദരന്മാരാണ്. കടിച്ചുകയല്ല, തമ്മിൽ തല്ലി മരിക്കല്ല. ഒരു ലാ യഹല്ലു ലിംറിഇൻ മാലു അഖീഹി ഇല്ലാ അൻ തുയിബി നഫ്സി, തന്റെ സഹോദരന്റെ ഒരു നയാ പൈസ അവന്റെ മനപ്പൊരുത്തമില്ലാതെ എടുക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കരുത്. എന്റെ മുതലാളി എനിക്ക് ഇത്ര ശമ്പളം തരണ്ടേ, അതുകൊണ്ട് ഇതെനിക്ക് ഹലാൽ അല്ല. നീയും മുതലാളിയുമുള്ള കോൺട്രാക്ട് എത്രയാ നിന്റെ ശമ്പളം? അതേ നിനക്ക് ഹലാലുള്ളൂ, മറ്റേത് ഹറാമാണ്. ഇല്ല അൻ തുയിബി നഫ്സ്, പൂർണ്ണ തൃപ്തിയില്ലാതെ നയാ പൈസ പോലും നിന്റെ സഹോദരൻ്റെത് ഉപയോഗിക്കരുത്. അലാഹൽ, അതിന് മാത്രം തങ്ങൾ പറഞ്ഞു അലാഹൽ ബല്ലഗ്, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ കേട്ടോ? ബലായ റസൂലല്ലാഹ്, കേട്ടു നബിയെ. അല്ലാഹുമ്മ ഷഹദ്, റബ്ബേ നീ ഇതിന്റെ സാക്ഷിയാണ്. അറഫാ മൈതാനത്തിന്റെ ജബൽ റഹ്മ എന്ന കുന്നിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്നത്. തങ്ങൾ പറഞ്ഞു, നന്ദികേട് ചെയ്യുന്നവരായി, അവിശ്വാസികളായി എന്റെ കാലശേഷം നിങ്ങൾ തിരിഞ്ഞു പോകരുത് കേട്ടോ. നിങ്ങൾ പരസ്പരം കഴുത്തറുത്ത്
അവിശ്വാസികളായ എൻ്റെ കാലശേഷം നിങ്ങൾ പോകരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വഴിതെറ്റാതിരിക്കാൻ 2 കാര്യം ഉപേക്ഷിച്ചു തന്നാണ് പോകുന്നത്. കിതാബ് അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖുർആൻ, വസുന്നത്ത് നബി, ഞാൻ കാണിച്ച ജീവിത മാതൃകയും. ഒരു ഖുർആൻ ഇറക്കി തന്നതല്ല, അത് ജീവിച്ച് കാണിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ കാഫിരിങ്ങളായി പോകരുത്. അയ്യുഹന്നാസ്, ജനങ്ങളെ, മുസ്ലിമേ എന്നല്ല, മുഅ്മിനേ എന്നല്ല, അറബിയേ എന്നല്ല, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ പടച്ചവൻ ഒന്നാണ്. വഅബാകും വാഹിദ്, നിങ്ങളുടെ വാപ്പ ഒന്നാണ്, ഒരാളാണ്, ആദം അലൈഹിസ്സലാം. കുല്ലുകും മിൻ ആദം, നിങ്ങളെല്ലാം ആദം നബിയിൽ നിന്ന് ജനിച്ചവരാണ്. വആദമു മിൻ തുറാബ്, ആദം നബി അല്ലാഹു പടച്ചത് മണ്ണിൽ നിന്നാണ്. നിങ്ങൾ ആരും അഹങ്കരിക്കല്ലേ, നമ്മളൊക്കെ ഒരു ഉമ്മാന്റെയും വാപ്പയുടെയും മക്കളാണ്. അയ്യുഹന്നാസ്, ഈ സന്ദേശം ഇങ്ങനെ ലോകത്തിന് കൈമാറിയത് ആരാണ്? ഈ ദൈവദൂത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളത് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ആളാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, ലൈസ ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനർബിയേക്കാൾ സ്ഥാനമില്ല. വലാ ലി അജമിയ്യിൻ അലാ അറബി, ഒരു അനർബിക്ക് അറബിയേക്കാളും സ്ഥാനമില്ല. വലാ ലി അബിയദ അലാ അസ്വദ്, വലാ ലി അഹ്മറ അലാ അസ്വദ, ചമന്നവൻ, വെളുത്ത ആൾക്കാണ് അഹ്മർ എന്ന് പറയാം. അന്ന് വെളുത്തത് എന്ന് പറഞ്ഞാൽ ഈ വെള്ളപ്പാണ്ടിന്റെ അസുഖമുള്ള ആളുകൾക്ക് അബിയദ് എന്ന് പറയും. അതുകൊണ്ട് ആ വാക്ക് അവർ ഉപയോഗിക്കില്ല. വെളുത്ത ചമന്നവന് കറുത്തവനേക്കാളും, കറുത്തവന് ചമന്നവനേക്കാളും ഒരു സ്ഥാനവുമില്ല കേട്ടോ. ഇല്ലാ ബിത്തഖ്വ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളാരോ അയാൾക്കേ സ്ഥാനമുള്ളൂ. അല്ലാഹുവിനടുത്ത് നിങ്ങളുടെ നാഷണാലിറ്റി പ്രശ്നമല്ല, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം പ്രശ്നമല്ല, നിങ്ങളുടെ നാട് പ്രശ്നമല്ല, നിങ്ങളുടെ ഭാഷ പ്രശ്നമല്ല. ആരാണ് ഉത്തമൻ? അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അനുസരിച്ച് ജീവിക്കുന്ന ആൾ. അവസാനത്തെ 2 കാര്യം കൂടെ, അയ്യുഹന്നാസ് ഖദ് ഖസമ ലികുല്ലി വാഹിദിൻ നസീബഹു മിനൽ മീറാത്ത്. ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ അടിപിടി ഉണ്ടാകുന്ന വിഷയം ഇവിടെയാണ്. വാപ്പ മരിച്ചാൽ സന്തോഷത്തോടെ ജീവിക്കുന്ന മക്കൾ തമ്മിൽ തല്ലുന്നു. എന്തിന്? സമ്പത്ത് കിട്ടിയത് പോരാ അല്ലേ? ഭാര്യമാർ പ്രശ്നം ഉണ്ടാക്കുന്നു, നിങ്ങൾക്ക് കിട്ടിയത് മതിയായോ? അത്ര കിട്ടണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖദ് ഖസമ ലികുല്ലി വാരിസിൻ നസീബഹു മിനൽ മീറാത്ത്. ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളിൽ നിന്ന് തന്റെ അനന്തരമെടുക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ കിട്ടാനുണ്ടെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ മീറാത്ത്, the law of inheritance, അനന്തരാവകാശ നിയമം വള്ളിപുള്ളി വ്യക്തമാക്കി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറെ ചോദിക്കണ്ട, നിങ്ങൾക്ക് എന്ത് കിട്ടണം അല്ലാഹുവിന്റെ നിയമത്തിലുണ്ടല്ലോ. അതിനപ്പുറം ചോദിച്ച് തമ്മിൽ തല്ലി മരിക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഉപദേശങ്ങളിൽ പറയാൻ, അവസാനമായി അവിടുന്ന് ചോദിച്ചു, സ്വഹാബത്ത് കരയാണ്, വഅൻതും തുസ്അലൂന അന്നി ഫമാദാ അൻതും ഖായിലൂൻ, നാളെ എന്നെപ്പറ്റി അല്ലാഹു നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്നെപ്പറ്റി എന്താണ് പറയാൻ പോകുന്നത് അല്ലാഹുവിനോട്? യാ അല്ലാഹ്, എന്തൊരു ചോദ്യമാണിത്! ഞാൻ എന്ത് ചെയ്തു നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്നെപ്പറ്റി എന്താണ് പറയാൻ പോകുന്നത്? ഖാലൂ, അവർ പറഞ്ഞു മുഴുവനും, നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത, ഞങ്ങൾ അറിയേണ്ട മുഴുവനും അങ്ങ് അറിയിച്ചു തന്നു നബിയേ. വഅദ്ദൈത വനസഹ, അങ്ങയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു, അങ്ങ് ഞങ്ങൾക്ക് സന്മാർഗം പറഞ്ഞു തന്നു. ഇതങ്ങ് കേട്ടപ്പോ അവിടുത്തെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇർഫഉഹാ ഇലസ്സമാ വയഖ്ലിബുഹാ അലന്നാസ്, ജനങ്ങളിലേക്ക് താഴ്ത്തിയും ആകാശത്തേക്ക് ഉയർത്തിയും അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ ഈ പറയുന്നതിന് നീ സാക്ഷിയാണല്ലോ. നാളെ എന്നോട് ചോദിക്കരുത്, എന്തേ പഠിപ്പിച്ചില്ല എന്ന് ചോദിക്കരുത് അല്ലാഹ്. അല്ലാഹുമ്മ ഷ്ഹദ്, പടച്ചവനെ നീ ഇതിന് സാക്ഷിയാണ്. അല്ലാഹുമ്മ ഷ്ഹദ്, പടച്ചവനെ നീ സാക്ഷിയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ ഒരു സലാമോടുകൂടെ അവിടെ അവസാനിപ്പിച്ചു റസൂലുള്ളാഹി. ഇത് കൈമാറിയിട്ടാണ് അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഈ നബിയെ എന്തിൻ്റെ പേരിലാവണം ചീത്ത പറയേണ്ടത്? ആ നബിയെ പറ്റി പഠിക്കണം, അറിയണം, അവിടുന്ന് എന്ത് നമുക്ക് തന്നു എന്ന് മനസ്സിലാക്കുക. ആ പരിശുദ്ധ പ്രകാശത്തിൽ അവിടുന്ന് കാണിച്ചു തന്ന ജീവിത മാർഗം അംഗീകരിച്ച് മുസ്ലിമായി, മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലാഹുവിനനുസരിക്കുന്നവൻ, അങ്ങനെ മരണം വരെ നന്മയിൽ നിലകൊണ്ട് ഈ പ്രവാചകനെ അനുസരിക്കുകയും അല്ലാഹുവിനനുസരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മയൊക്കെയും അടിയുറപ്പിച്ച് നിർത്തിത്തരുമാറാകട്ടെ. അല്ലാഹു ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും നമ്മുടെ നന്മയുടെ തുലാസിലേക്ക് അല്ലാഹു തആല
ചേർക്കുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമക്ക് സേവനം ചെയ്തു പോയ മൺമറഞ്ഞു ഒരുപാട് ആലിമീങ്ങൾ, ഉസ്താദുമാർ, ആരിഫീങ്ങൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്, ഇസ്ലാമിക് സെന്ററിന് ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകൾ മരിച്ചുപോയ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇവിടുത്തെ ഇന്നത്തെ ഇതിൻ്റെ ഭാരവാഹികൾ അള്ളാഹു അവർക്ക് നല്ല ഹിദായത്തും സന്മാർഗത്തിലും ഈ പ്രസ്ഥാനം നയിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന UAE ഇതിൻ്റെ ഭരണാധികാരി, അവിടെ നിന്ന് മാതൃക കിട്ടിയതും ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്, എവിടുന്നാണ് അവർക്ക് ഈ ഊർജം കിട്ടിയത്? ലോകം മനുഷ്യർ മുഴുവനും സ്നേഹിക്കുന്ന ആ മഹാനുഭാവൻ എവിടുന്നായിരുന്നു അവരുടെ ത്യാഗം? മിർ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി നബിതങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് അല്ലേ ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. اللهم ارحم الشيخ زايد والشيخ مكتوم واخوانهما شيوخ الامارات الذين انتقلوا الى رحمتك. ഈ നാട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തും കരുണയും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഷെയ്ഖ് സായിദ് അവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ നാടിന്റെ പുരോഗതി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ചില ആളുകൾ കളിയാക്കി ചോദിച്ചു, ഇമാറാത്തിന്റെ പുരോഗതി അവിടെ വന്ന വിദേശികളെ കൊണ്ടല്ലേ? അദ്ദേഹം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ മറുപടി? അൽ അർദു അർദുല്ലാഹ്, ഭൂമി അള്ളാന്റെ ഭൂമിയാണ്. വൽ അയാലു അയാലുല്ലാഹ്, മനുഷ്യർ അള്ളാഹുവിന്റെ ആശ്രിതരാണ്. ഏത് നാട്ടുകാരായിക്കോട്ടെ. അതിനെന്താണ് ഇങ്ങനത്തെ മറുപടി കിട്ടിയത്? എവിടെന്നാണ്? കുല്ലുക്കും ലി ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. വആദമു മിൻ തുറാബ്, ആദം നബി അലൈഹിസ്സലാം മണ്ണിൽ നിന്നായിരുന്നു സൃഷ്ടിക്കപ്പെട്ടത്. ഈ ഒരു എളിമത്തരവും ഈ ഒരു താഴ്മയും വിനയവും കൊണ്ട് ഈ മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ ഒരു ഭരണാധികാരി അള്ളാഹു അദ്ദേഹത്തിന്റെ നന്മ, അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത മാതൃക ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു പ്രചരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹുക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സത്യം എന്താണെന്ന് അറിയാത്തവർ, എങ്ങനെ ജീവിക്കണം എന്നറിയാത്തവർ, അവർക്ക് നന്മയിലേക്ക് വരാനുള്ള വഴി അള്ളാഹു തുറന്ന് കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ സംസാരം, നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയത്, നമ്മൾ സംസാരിച്ചത് ഒരുപാട് ആളുകൾക്ക് ദീനിലേക്ക് വരാൻ ഒരു കവാടമായി അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്രയും നേരത്തെ നിങ്ങളിവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ ഈ സേവനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാ ആഴ്ചയും തഫ്സീർ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഇൻഷാ അള്ളാഹ് 8:30 മണിക്കും ക്ലാസ് തുടങ്ങും. അപ്പോൾ സാധിക്കുന്ന ആളുകൾ എത്തണം. നമ്മുടെ ജോലി തിരക്കും നമ്മുടെ തിരക്ക് കഴിഞ്ഞിട്ടൊന്നും ഒന്നും പഠിക്കാൻ നേരം കിട്ടൂല. മലക്കുൽ മൗത്ത് വന്നവരെ കുറച്ചേരം കൂടെ ഇട്ട് തരുമെന്ന് ചോദിക്കേണ്ടി വരും. നമ്മുടെ തിരക്ക് അത്രക്കാണ്. പക്ഷേ ഇത് നമ്മുടെ മരണത്തിന് ശേഷമുള്ള ഈ ലോകത്തെ ജീവിതത്തിനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഈ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ദീൻ പഠിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തറിയുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇത് സ്വീകരിക്കണേ റബ്ബേ. ഒരുപാട് സഹോദരിമാർ, കൊച്ചുമക്കളുമായി പ്രായമുള്ള ആളുകൾ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ ഉള്ള ഒരു സദസ്സ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ദുആനെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ബിഹഖിൽ ഖുലൂബിൽ മുതവജ്ജഹതി ഇലൈക യാ റബ്ബൽ ആലമീൻ, നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ടല്ലാ. നിനക്ക് സുജൂദിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഈ നേരത്തുണ്ടല്ലാ. നിന്റെ കഅബയിൽ ഈ നേരം തവാഫ് ചെയ്യുന്ന ആളുകളുണ്ടല്ലാ. നിനക്ക് വേണ്ടി പ്രാർത്ഥനാ നിസ്കാരങ്ങളിൽ മുഴുകിയ ആളുകളുണ്ടല്ലാ. ഈ സദസ്സിൽ ഇൽമു ഉദ്ദേശിച്ചു വന്ന ഒരുപാട് സത്യവിശ്വാസികളുണ്ടല്ലാ. ഞങ്ങളെല്ലാവരെയും നീ ശുദ്ധീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കി താ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തെ എല്ലാ അസുഖങ്ങളും ശിഫയാക്കി താ പടച്ചവനെ. ഞങ്ങളുടെ ഖൽബിൽ മോശമായ വികാരങ്ങളെ തുടച്ചു നീക്കി താ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് എനിക്ക് മുസ്ലിമാവണം, പക്ഷേ വ്യഭിചരിക്കണമെന്ന് പറഞ്ഞ ആളിന്റെ നെഞ്ചത്ത് കൈവച്ച് ഹിദായത്തിന്റെ നൂറ് കടത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനത് വെറുപ്പായി മാറിയതുപോലെ അല്ലാഹ് വ്യഭിചാരം ഈ ഉമ്മത്തിന് വെറുപ്പാക്കി തരണം റഹ്മാനെ. ഈ സമൂഹത്തിന്റെ യുവാക്കളും യുവതികളും വ്യഭിചാരികളും മദ്യപാനികളുമായി പോകാതെ കാക്കണേ റഹ്മാനെ. ഈ സമൂഹത്തിൽ നന്മ അന്വേഷിക്കുന്ന, ഹക്കിന് വേണ്ടി അന്വേഷിക്കുന്ന ആളുകളാക്കി ഞങ്ങളെ മാറ്റണേ റഹ്മാനെ. ഹക്കിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരന്മാർ, പരിചയക്കാർ, കുടുംബക്കാർ, മറ്റു ബന്ധുക്കൾ, പരിചയക്കാർ
ഹക്കറിയാതെ വഴിതെറ്റി നടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ വെറും കളിയും തമാശയുമായി തമാശ മാത്രം മതി എന്നാഗ്രഹിച്ച് ജീവിക്കുന്നവർ. അല്ലാഹുവേ, മരണത്തോടുകൂടെ ഖബറിലേക്കും അവിടെ നിന്ന് മഹ്ശറ വരെയുള്ള ആ ഒരു ലോകത്തേക്ക്, അതിനപ്പുറം അറ്റമില്ലാത്ത സ്വർഗത്തിന്റെയോ നരകത്തിന്റെയോ ലോകം വരാനെന്ന ബോധം അവർക്ക് വരാൻ ഒരു സാഹചര്യം മരണത്തിന്റെ മുമ്പ് എല്ലാവർക്കും കൊടുക്കണം. പടച്ചവനെ, ഒരവസരം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നിന്നോട് ഏറ്റു പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം താ റബ്ബേ. ഇത് ഞങ്ങളുടെ തൗബയായി സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ശുദ്ധിയാക്കി താ റബ്ബേ, ഞങ്ങളെ ശുദ്ധിയാക്കി താ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു താ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കല്ലോ, ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കും റഹ്മാനെ. വല്യമ്മമാർ അവർക്ക് പുറത്തു കൊടുക്കും റബ്ബേ. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുറത്തു കൊടുക്കും റഹ്മാനെ. ഈ സദസ്സിലേക്ക് എത്തി ഞങ്ങളെല്ലാവർക്കും ഇവിടെ നിന്ന് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയവർ, ഇവിടെ വരാൻ ആഗ്രഹിച്ച് എത്താൻ പറ്റാത്തവർ, എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റഹ്മാൻ. ആഹുവേ, ഹിദായത്ത് ഇനിയും കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇസ്ലാമിലേക്ക് ഹിദായത്ത് കൊടുക്കല്ലോ. നീ ഹിദായത്ത് കൊടുക്കണം പടച്ചവനെ, നീ ഹിദായത്ത് കൊടുക്കല്ലോ, നീ ഹിദായത്ത് കൊടുക്കണേ റഹ്മാനെ. ആഹുവേ, അതിലൊക്കെ ഒരു ഓഹരി, അതിൻ്റെ ഒക്കെ ഒരു ഹല്ല് ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണേ തമ്പുരാനെ. നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നൂറിന് നീ ലോകത്തിന് കൈമാറിയ മാസമാണ് റബീഉൽ അവ്വലാണിത്. ഈ വസന്തത്തിൽ അല്ലാഹുവേ എല്ലാ നന്മയും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങൾക്ക് നൽകണേ റബ്ബേ. പ്രയാസപ്പെടുന്ന എല്ലായിടങ്ങളിലും പ്രയാസം നീക്കി താ റഹ്മാനെ. അല്ലാഹുമ്മ ഫർജിൽ ഖുറബ അനിൽ മക്റൂബീൻ. അല്ലാഹുവേ, പ്രയാസങ്ങൾ നീക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ രോഗികളുണ്ടല്ലോ, എല്ലാവർക്കും ചെറുതും വലുതുമായ അസുഖമുണ്ടല്ലോ, ശിഫയാക്കി താ റഹ്മാനെ. ശിഫയാക്കി തരണേ റബ്ബേ. കൊച്ചുകുട്ടിക്ക് ദ്വാരക്കാൻ പറഞ്ഞ കുട്ടിക്ക് ശിഫ നൽകണേ റഹ്മാനെ. അങ്ങനെയുള്ള മക്കളിൽ ആരൊക്കെ രോഗികളുണ്ട് എല്ലാവർക്കും ശിഫ നൽകണേ റബ്ബേ. ഭാര്യമാർ, സഹോദരിമാർ എല്ലാവർക്കും ശിഫ നൽകണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തർക്കും ശിഫ താ അല്ലാഹ്. പടച്ചവനെ, ക്യാൻസറിന്റെ മാരകമായ രോഗങ്ങളുടെ ഒരു ലാഞ്ചനയും ഒന്നും ശരീരത്തിലില്ലാതെ കാക്കണേ അല്ലാഹ്. നിന്റെ മുബറമായ ഒരു ഖളായിൽ നീ ഒരിക്കലും തട്ടിമാറ്റാത്തൊരു നിയമം, നിനക്ക് ഒരു വിധി നീ ഞങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളിൽ പൊറുക്കാനും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ രോഗികൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കി തരണേ റബ്ബേ. ദുനിയാവ് ഞങ്ങൾക്ക് നന്മ വർദ്ധിക്കാൻ ഒരു അവസരമാക്കി തരണേ റബ്ബേ. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ അവസരം താ റഹ്മാനെ. മരിക്കുന്ന നേരം ഏറ്റവും നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കും മരിപ്പിക്കണേ റബ്ബേ. ഒതുവോടുകൂടാക്കി തരണേ റഹ്മാനെ. ഒരു നല്ല അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഞങ്ങൾ ദുനിയാവിൽ നിന്ന് എടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ആ നേരം അത്രയും ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ, സമ്പത്തിൽ, കച്ചവടത്തിൽ, ജോലികളിൽ ഖൈറും ബറക്കത്തും താ അല്ലാഹ്. ജോലിയില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് നീ ഖൈറായ മഈശത്ത് നൽകണേ റഹ്മാനെ. ഉള്ള ജോലിയിൽ പ്രയാസത്തിലാണെങ്കിൽ ഖൈറിലേക്ക് മാറ്റം നൽകണേ റഹ്മാനെ. കച്ചവടക്കാർ ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ്, അവർക്ക് നീ എല്ലാവിധ റഹ്മത്തിന്റെയും വഴി തുറന്നു കൊടുക്കണേ റഹ്മാനെ. അവരെ സത്യസന്ധന്മാരായ കച്ചവടക്കാരാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പലിശ ഇടപാടുകളിലേക്ക് പോകാതെ ഞങ്ങളെ കാക്കണേ റബ്ബേ. ആ ഇടപാടുകളിൽ നിന്നൊക്കെ മോചിതരാകാനുള്ള അവസരം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ റോഡുകളിൽ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ആകാശത്തും ബർറിലും ബഹ്റിലും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ നാട്ടിലുള്ളവർ, കുടുംബങ്ങൾ നാട്ടിലുള്ളവർ, അവരെ നീ കാക്കണേ അല്ലാഹ്. ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർ, സഹോദരിമാർ ടെംപ്റ്റേഷനുകളിൽ പെടാതെ സിനായിലേക്കും വിചാരത്തിലേക്കും പോകാതെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചെറുപ്പക്കാർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ നല്ല ബുദ്ധിയും അച്ചടക്കവുമുള്ള വിദ്യാർത്ഥികളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെ നാടിന്റെ നന്മകളാക്കണേ റബ്ബേ. നാളെയുടെ പ്രതീക്ഷകളാക്കി തരണേ റഹ്മാനെ. വിനയമുള്ള അച്ചടക്കമുള്ളവരാക്കി തരണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നീ നന്മയിൽ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അല്ലാഹു ഞങ്ങളോട് കാരുണ്യം തോന്നിപ്പിക്കണേ റബ്ബേ. ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ട് ഞങ്ങളെ പ്രയാസം വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ല റഹ്മാനെ. ഇവിടുത്തെ നിഅമത്ത് ഞങ്ങളുടെ നാടുകളിലെ നിഅമത്തിന്റെ നിമിത്തമാണ് അല്ലാഹുവേ. ഞങ്ങളുടെ നാട്ടിലെ പള്ളികൾ, മദ്രസകൾ, ദീനീ സ്ഥാപനങ്ങൾ എല്ലാം നിലനിൽക്കുന്നത് ഇവിടുത്തെ ഫൈദ് കൊണ്ടാണ്. അല്ലാഹുവേ, നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാൻ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന സഹോദരിമാർ, അവരുടെ രക്ഷിതാക്കൾ, മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്നവർ, ഖൈറായ യോജിച്ച അവർക്കിണകളായ കുഫ്ആയ ഭർത്താക്കന്മാരെ നീ ആ പെൺമക്കൾക്ക് കൊടുക്കണം തമ്പുരാനെ. നീ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർ, അവർക്ക് ദീനിൽ അവരെ സഹായിക്കുന്ന, നിന്നെ ഭയപ്പെടുന്ന പെൺകുട്ടികളെ ഇണകളാക്കി കൊടുക്കണേ റഹ്മാനെ. വിവാഹം ചെയ്തു കഴിഞ്ഞവർ, നിന്നിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ, നിന്നിലേക്ക് അവരെ അടുപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു
വസല്ലം അവിടുത്തെ കുടുംബജീവിതം അറിയാതെ പിണങ്ങിയും തർക്കിച്ചും ത്വലാഖിലും വേർപിരിഞ്ഞും ജീവിക്കുന്നവർ അല്ലാഹുവേ മനസ്സുകളെ ഇണക്കണമേ റഹ്മാനെ. കുടുംബങ്ങൾ ശിഥിലമാകാതെ കാക്കണേ അല്ലാഹ്. പിണങ്ങിക്കഴിയുന്ന മനസ്സുകളെ യോജിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ പ്രഭ ഈ ലോകത്ത് നിലനിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും കാരണക്കാരാക്കണേ റബ്ബേ. ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇത് കാണിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണമേ റഹ്മാനെ. മരിക്കുന്ന നേരം അവിടുത്തെ തിരുമുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണേ അല്ലാഹ്. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നാളെ ഖബറിലും നാളെ മഹ്ശറായിലും സിറാത്തിലും മീസാനിലും നീ ഞങ്ങളോട് റഹ്മത്തിന്റെ നോട്ടം നോക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ അമലുകൾ നീ വിചാരണ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു എന്ന് പറയപ്പെടുന്ന മഹാഭാഗ്യവാന്മാരെ ഞങ്ങൾ കൊടുത്തണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് റഹ്മാനെ. നമ്മുടെ മക്കളെ, ഭാര്യ, സന്തതികളെ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങൾ ആരെന്നൊക്കെ ഇൽമ പഠിച്ചിട്ടുണ്ടോ, ഞങ്ങൾ ഇന്ന് ആര് ഇൽമ പഠിക്കുന്നുണ്ടോ, ഞങ്ങളുമായി ഹക്കിന്റെ പേര് അനുകരിച്ച് ജീവിക്കുന്നവർ അല്ലാഹു എല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു ജംഹൂറിനെ അവിടുന്ന് നയിച്ചു കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണേ റഹ്മാനെ. നിന്റെ സുഖലോക സ്വർഗത്തിൽ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ആയിരക്കണക്കായ അമ്പിയാക്കന്മാരെ ചെന്ന് കാണാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അവിടുത്തെ തിരുകൈ മുത്താനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. നിന്നെ കാണാനുള്ള ഭാഗ്യം താ റബ്ബേ. അങ്ങനെ അല്ലലും പ്രയാസമില്ലാത്ത സ്വർഗ്ഗലോകത്തിന്റെ സഅത്തിലേക്ക്, വിശാലതയിലേക്ക്, ഈ ദുനിയാവിന്റെ ദീഖിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിത്തരണം റഹ്മാനെ. ബനാ عليك توكلنا وإليك أنبنا وإليك المصير. اللهم هذا الدعاء وعليك الإجابة. اللهم أجب دعوتنا يا رب العالمين. اللهم أجب دعاءنا يا رب العالمين بحق نبيك وصفوة خلقك وخير رسلك ونور وجهك سيدنا محمد صلى الله عليه وسلم ونور الهداية ومنبع الهداية ويسر هذه الأمة ومعلم الأمة قائد العرب والعجم سيد الكونين والثقلين محمد بن عبد الله صلى الله عليه وسلم وعلى آله وصحابته ومن اهتدى بهديه أجمعين. وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصلى على جميع الأنبياء والمرسلين والحمد لله رب العالمين. നിങ്ങളുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തണം.